Hi, Namaste, welcome back viewers. Welcome back to my channel WinTrader. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. ട്രേഡിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ടാകാം, അത് ചെറിയ ലോസ് ആകാം, വലിയ ലോസ് ആകാം. ചിലർക്ക് 10,000 ആകാം, 20,000 ആകാം, 50,000 ആകാം, ചിലപ്പം അത് ലക്ഷങ്ങളിലേക്ക് പോകാം, 20 lakhs 50 lakhs അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം ട്രേഡിങ്ങിൻ്റെ ലോസ് നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം, ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെ കവറപ്പ് ചെയ്തെടുക്കാം, അതായത് ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് എങ്ങനെ അതൊരു ലോസിനെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് കുറേ വീഡിയോസിൽ കാണണം, ഞാൻ ഇത്ര ഈ ലോസിൽ നിന്ന് ഇത്ര കവറപ്പ് ചെയ്തെടുത്തു, അതേപോലെ ഇത്ര കവർ ചെയ്തു, അപ്പോൾ എൻ്റെ ലോസ് ഉണ്ടായി. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ വീഡിയോയിൽ നിന്ന് എൻ്റെ വീഡിയോയുടെ ഡിഫറൻസ് എന്താണ്, അതേ കൂടാതെ തന്നെ നമുക്ക് ലൈവിൽ നമുക്ക് സ്വയം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ സ്വയം ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലൈവിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്ച്വലി ലൈവിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ട്രേഡിംഗ് എടുത്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് വിശ്വസിച്ചാൽ മതിയാവും. അതേപോലെ തന്നെ നമുക്കിവിടെ നിങ്ങളെ പരിചയപ്പെടുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി ഇന്നും ഇന്നലെയും ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അല്ല. അതായത് നമുക്ക് ടോട്ടൽ നമ്മൾ 2009 തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന വെർഷൻ വരെ 8 സ്ട്രാറ്റജിയും 2 സ്കാനറും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള പല സ്ട്രാറ്റജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് സ്ട്രാറ്റജി എല്ലാം ആക്യുറസി 80 to 90% നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതിൽ ഏത് സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ചിലർക്ക് നമ്മൾ ഈ കാണുന്ന സ്ട്രാറ്റജി ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, അതേപോലെ ചിലർക്ക് വേറെ സ്ട്രാറ്റജി ആയിരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യം അകത്താണ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷനാണ്, ഇപ്പം 7.1 അങ്ങനെ, അതേപോലെ 6, ഇതിപ്പോൾ ഞാൻ നമ്മുടെ 6 വെർഷനെ ഡെവലപ്പ് ചെയ്ത് മാറ്റിയതാണ്. അതേപോലെ തന്നെ ഈ വെർഷൻ ഇത് 6നെ ഡെവലപ്പ് ചെയ്ത് മാറ്റിയാണ് നേരത്തെ കാണിച്ചത്. അതേപോലെ 5th, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനെ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റുകയാണ് ഇത്. ചിലർക്ക് ബാർ ചാർട്ട്, നമ്മൾ ആദ്യം കാണിച്ച ചാർട്ട് ബാർ ചാർട്ടാണ്, അപ്പോൾ ചിലർക്ക് ഇതൊരു കൺവീനിയൻ്റ് ആയെന്ന് വരില്ല. അപ്പോൾ ചിലർക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് കൺവേർട്ട് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് MT4ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ എന്ന് ഉള്ളത്, അതായത് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന താഴെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ടെസ്റ്റിമോണിയൽസ്, അതേപോലെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് വെബ്സൈറ്റിലെ കോൺടാക്ട് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകൾ ഏത് ലാംഗ്വേജിലാണ്, ഇപ്പം പല ലാംഗ്വേജിലുള്ള ആൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്, അപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഡെമോ തരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഞാൻ ഇന്നത്തെ ലൈവിലൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ട്രേഡിങ്ങിൽ ആക്ച്വലി ലോസ് അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതോ, വളരെ ഒരു ചെറിയ 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോസ് വളരെ ഒഴിവാക്കാൻ പറ്റും. സോഫ്റ്റ്വെയറിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് മാർക്കറ്റ് നല്ല മൊമെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടും. പക്ഷേ സൈഡ് വേസ് മാർക്കറ്റിലാണ് എല്ലാവരും ആക്ച്വലി നമുക്ക് ലോസസ് കൂടുതൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കി, ഇന്നലത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാർക്കറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഉണ്ടായിരുന്നു. അതായത് നല്ലൊരു ഓപ്ഷൻസിൽ നല്ലൊരു ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ കൂടുതൽ പേര് ഓപ്ഷനിലാണ് എനിക്ക് വരുന്നത്. അതേപോലെ ഓപ്ഷനിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധിച്ചു. പക്ഷേ ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിൽ തന്നെയായിരുന്നു ഭൂരിഭാഗവും. അതായത് ഒരു അപ്രോക്സിമേറ്റ് ഒരു ഉച്ച വരെ സെല്ലിൽ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ആക്ച്വലി മാർക്കറ്റിനെ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. റിയൽ ടൈമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ സെല്ലിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് അവരുടെ പ്രോഫിറ്റ് ലെവൽ കിട്ടുമെന്ന് നമുക്ക് അറിയുന്നെങ്കിൽ ഹോൾഡ് ചെയ്തു. പക്ഷേ അത് എത്ര വരെ ഒരു സെല്ല് നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ, നമുക്ക് പ്രഡിക്ഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് പോയിന്റും എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കിട്ടും. അത് മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട്, അതായത് നിങ്ങൾക്കൊരു ടെക്നിക്കൽ നോളജ് അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ നോളജുള്ള ആൾക്ക് വരെ മനസ്സിലാക്കാം. ഈ കാണുന്ന നമ്മുടെ ചാർട്ടിനകത്ത് കാണുന്ന റെഡ് കളറൊക്കെ സെല്ലും ഗ്രീൻ കളറൊക്കെ ബൈയുമാണ്. അപ്പോൾ അതിൽ കാണുന്ന എക്സ്ട്രാ കളേഴ്സ്, അതായത് ക്യാൻഡിൽ ചിലപ്പോൾ ബ്ലൂ കൊടുത്തിട്ടുണ്ടാകും, ചിലപ്പോൾ മറ്റേ ഹോളോ ക്യാൻഡിൽസ്, അതായത് ഗ്രീൻ തന്നെ അകത്ത് ഫില്ലിംഗ് ഇല്ലാത്ത ക്യാൻഡിൽസ് ഉണ്ടാകും. അപ്പോൾ ഇതേപോലത്തെ ക്യാൻഡിൽസ് ഒക്കെ കാണുന്നതൊക്കെ സൈഡ് വേസ് ആണ്. അതായത് ഗ്രീനും റെഡും അല്ലാത്ത കളേഴ്സ് കാണുന്ന സൈഡ് വേസ് ആണ്. അതേപോലെ ലൈൻ മൊമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചില ലൈനായിട്ട് ഇടയ്ക്ക് ഗ്രീൻ റെഡ് കാണും, അതും മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ആണ്. അപ്പോൾ ഇടയ്ക്ക് ക്യാൻഡിൽ അതിനകത്ത് ഗ്രീനിലേക്ക് പോകുമ്പോൾ അവിടെ റെഡ് വന്നിട്ടുള്ള കളർ ഉണ്ടാകാം. അത് നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് സെല്ലിൽ തന്നെയാണ്. പക്ഷേ ഒന്ന് അത്രയും ഇറങ്ങി എന്നിട്ട് ഫുൾ ബാക്ക് അടിച്ചു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഈവൻ കളർ കോമ്പിനേഷൻ മനസ്സിലാക്കാൻ മതി. നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയറിന് എല്ലാം തരുന്നുണ്ട്.
അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളതിൻ്റെ ചെറിയ രൂപരേഖ ഞാൻ തരാം. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് വളരെ ഇത്ര മാത്രം. നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ സിഗ്നൽസ് തന്നില്ല, അതായത് ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ 2 സിഗ്നൽ രാവിലെ വന്നിട്ടുണ്ട്, ഒരു സെല്ല് മോർണിംഗിൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞൊരു ബൈ. അപ്പോൾ ബൈ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിലിൽ കൊടുത്തിട്ടുണ്ട്, അതിന് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടൈമിങ്, എത്ര പ്രോഫിറ്റ്, അതേപോലെ ടാർഗറ്റ്സും. അപ്പോൾ അതേപോലെ ബൈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കൺഫർമേഷൻ ലെവൽസ് ഉണ്ട്. അതായത് സിഗ്നൽ ഒന്ന് നേരെ എൻട്രി എടുത്തു നമുക്ക് പ്രോഫിറ്റ്, അങ്ങനെയല്ല സോഫ്റ്റ്വെയർ പറയും. സോഫ്റ്റ്വെയർ കുറച്ച് കൺഫർമേഷൻ ലെവൽസ് തരും. ആ ഫുൾ കൺഫർമേഷൻ ലെവൽസ് ഒക്കെ നമുക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രേഡ് നമുക്ക് എടുക്കാം. അപ്പം അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസിൽ ഇപ്പോൾ സിഗ്നൽസ് കൺഫർമേഷൻ പറയുന്ന ആക്ച്വലി 3 ലെവൽസ് ആണ്. അതായത് ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ, ഇത് 3 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ എടുക്കാം. പക്ഷേ അത് ചിലർ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഈ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലോജിക്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പുറകിലത്തെ പെർഫോമൻസിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് കാണിച്ചു. ഇപ്പോൾ ഈ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 21 ജൂലൈ ആണ്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ആവും. അപ്പോൾ ഈ കൺഫർമേഷൻ ലെവൽസ് താഴെ നോക്കുമ്പം റെഡ് നമുക്ക് ഇവിടെ ഈ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 19,821 നിന്ന് എടുത്തിട്ട് നേരെ എത്രത്തോളം കയറിയിട്ടുണ്ട്, 876 വരെ കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ രണ്ടാമത്തെ ക്യാൻഡിൽ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ചെറിയ SL കൊടുക്കുന്നവർക്ക് ഒബ്വിയസ്ലി SL ഹിറ്റ് ആയതിനു ശേഷമേ ടാർഗറ്റ് അടിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ എടുത്തിട്ട് ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ നമ്മൾ ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു 3 കൺഫർമേഷനിന് അപ്പുറം നമുക്കൊന്ന് പുൾ ബാക്ക് അടിച്ചിട്ട് ചിലപ്പോൾ റിവേഴ്സ് വരത്തില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യണം. അതിനാണ് ട്രെൻഡിൽ ഇൻവേഴ്സൽ മൊമെൻറ്റ് വാച്ച് ചെയ്യണം. പക്ഷേ എക്സെപ്റ്റ് വേറെ ചില കണ്ടീഷൻസ് അപ്പോൾ ചോദിക്കാം, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ടും അതേപോലെ തന്നെ താഴെ ഇറങ്ങിയ സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ എന്ന് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 12 ജൂലൈ. അപ്പോൾ അതിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയ ശേഷം സെയിം അതേ ലെവലിൽ തന്നെ മാർക്കറ്റ് പിന്നെ തിരിച്ചു കയറിയിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ ഒരു വ്യത്യാസമുള്ള റെസിസ്റ്റൻസ് അവിടെ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്കിംഗ് പോയിന്റ് പിടിച്ചിട്ട് നോക്കാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്കിപ്പോൾ എക്സെപ്റ്റ് വേറൊരു കണ്ടീഷൻ കാണാം. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി പറയുന്നുണ്ടാവും ഇവിടെ വേറൊരു മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയാട്ടെ, ഇവിടെ ഇന്നലെ ബൈ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല, നേരെ ഒരു ഹൈക്കാണ് പോയത്. അപ്പോൾ നിങ്ങളിവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവർ കാത്തിരുന്ന് അവിടെ ആക്ച്വലി പൊസിഷൻ പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടായിരിക്കും നമുക്ക് നേരെ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ കയറുന്നതിനോടൊപ്പം അവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സിമ്പിളാണ്. നമുക്ക് 1 മിനിറ്റിൻ്റെ സ്കാൽപ്പിംഗ് സ്റ്റഡി, ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന 5 മിനിറ്റ്സ് ഇൻട്രാഡേക്കാണ്. 1 മിനിറ്റിൽ സ്കാൽപ്പിംഗ് വെച്ചിരിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് പറയും നമുക്ക് എവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ആ പോയിന്റ് പിടികിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിലേക്ക് 1 മിനിറ്റിൽ വെച്ചാൽ മതി. 1 മിനിറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പോയിന്റ് ബ്രേക്ക് ഔട്ട് പോയിന്റ് പിടികിട്ടുകയും ചെയ്യുമ്പോൾ നേരെ ഹൈക്കിലേക്ക് പോകും. അപ്പോൾ ഇതുപോലത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശരി തിരിച്ചിറങ്ങി മാർക്കറ്റ്. അപ്പോൾ ഇതേപോലത്തേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്ച്വലി ഒരു മാർക്കറ്റിൽ ലോസ് ഇല്ലാത്ത, ഇപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെയാണ് എല്ലാവർക്കും ലോസ് ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ കുറേ നേരം സൈഡ് വേസ് തങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അതായത് മാർക്കറ്റിനെ ചിലപ്പോൾ സിഗ്നൽസ് തന്നിട്ടുണ്ടാവും, പക്ഷേ കൺഫർമേഷൻ തരാതെ ആ ബ്രേക്ക് ഔട്ട് പോകാതെ ആ ലെവലിൽ തന്നെ കുറേ നേരം തങ്ങി നിൽക്കും. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ്വെയർ, ഇപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ ടാറ്റ പവറിലൂടെ കാണിച്ചു തരാം. ടാറ്റ പവറിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ഹൈക്ക് പോയിരുന്നു മാർക്കറ്റ്, നല്ലൊരു പ്രോഫിറ്റ് രാവിലെ തന്നെ നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ ശേഷം സെല്ല് തന്ന് കൺഫേം ആകാതെ അങ്ങനെ തങ്ങിയിരുന്നു. അതായത് കൺഫേം ആയെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ റെഡ് ആയിട്ടുണ്ട്, സിഗ്നൽ വന്നിട്ടുണ്ട്, ക്യാൻഡിൽ അവിടെ ഓറഞ്ചാണ് കാണിക്കുന്നത്, ബ്ലൂ ആണ്, അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള കളേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ സാഹചര്യത്തിനും ഒരു ട്രേഡ് നിങ്ങൾ എടുക്കാതിരിക്കുക, നമ്മൾ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ അതേപോലെ ഇത്രയും കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി പിന്നെ കയറുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഇവിടെ ഓൾറെഡി ബൈ സോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്ക് നോക്കിയാലും നമുക്ക് കുഴപ്പമില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു ഹൈക്കായിരിക്കും റെസിസ്റ്റൻസ്. ആ റെഡ് കളർ സ്റ്റാറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണിംഗ് ആയ ശേഷം കുറച്ചൊന്ന് കയറിയിട്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയി. അപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ റേഞ്ചിലാണ്. നിങ്ങൾ എൻട്രി എടുക്കുന്നതോടൊപ്പം മാർക്കറ്റ് കുറച്ച് കയറിയിട്ടാണ് പിന്നെ തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ തീരുന്നവരെ നമുക്ക് നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് രാവിലെ പോയിരിക്കുന്നത്. ഗ്യാപ്പ് ഡൗണിൽ രാവിലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി.
അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രോപ്പർ ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ആക്ച്വലി ഇവിടെ തിരിഞ്ഞ് കയറിയിട്ടാണ് പിന്നെ തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വളരെ എളുപ്പമാണ്. ലൈവ് മാർക്കറ്റിൽ എന്തുകൊണ്ട് നമുക്ക് ആക്ച്വലി കാണിച്ചു തന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരു ലൈവിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനും നമ്മുടെ ഗൈഡൻസും നമ്മളെങ്ങനെ വർക്കൗട്ട് ആകുന്നെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒരു ലൈവ് സെക്ഷനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിലാണ് ഓഫീസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി. അപ്പം എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ലൊക്കേഷൻ അയച്ചിട്ട് അപ്പം ഡയറക്റ്റായിട്ട് ഓഫീസിലേക്ക് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് ദൂരെയാണ് ഇരിക്കുന്നെങ്കിൽ ലൈവ് സെക്ഷനിലേക്ക് അറേഞ്ച് ചെയ്ത് തരാം. അതായത് ഓൺലൈൻ വഴി നമുക്ക് ലൈവ് ഡെമോ സെക്ഷൻ ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ട്രയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുൾ ട്രയൽ നിങ്ങൾക്ക് സ്വയം ഒരു പേപ്പർ ട്രേഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളൊരു സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസിന് കൂടുതലും അറിയാൻ വേണ്ടി നമ്മൾ എൻ്റെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ചില സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് നല്ലപോലെ ട്രേഡ് ചെയ്യുന്ന വോളിയം സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് അത് എക്സാമ്പിളായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സ്കാനർ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നാച്ചുറൽ ഗ്യാസിൽ നോക്കിയാൽ 3 റെഡ് ഉണ്ട്, പ്രോപ്പറായിട്ടൊരു ഡൗൺ ട്രെൻഡ് സ്ട്രോങ് സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ആരോസ് സൈഡിൽ കാണുന്ന ആരോസ് 3 ഗ്രീൻ ആയി കഴിഞ്ഞാൽ നല്ല ബൈ ആണ്. അപ്പോൾ ഈ നാച്ചുറൽ ഗ്യാസിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നടക്കുന്ന ലൈവ് മാർക്കറ്റാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ സെല്ല് വന്ന് എപ്പോഴാണ് വന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 2:04 മണിക്ക് വന്ന സെല്ലാണ് ഇപ്പോഴും ഡൗൺ ആയിട്ട് താഴ്ത്തിറങ്ങിക്കൊണ്ടിരിക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി 2-3 പോയിന്റുകൾ നമുക്ക് ആക്ച്വലി ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെയും താഴ്ത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ മാർക്കറ്റുകൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്കാനർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ സ്കാനർ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾക്ക് ആക്ച്വലി തരും. അത് അവിടെ 3 റെഡ് ആവുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത് സ്ട്രോങ് സെല്ലിലേക്ക് പോകുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ആ പൊസിഷൻ തരും. അപ്പോൾ അതോടൊപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ എടുത്ത് നമുക്ക് നോക്കാം. അതേപോലെ അലേർട്ട് മെസ്സേജും ഇതെല്ലാം നമുക്ക് ബെൽ സൗണ്ട് എഫക്റ്റ് ഇപ്പോൾ കേട്ടത് നമുക്ക് അലേർട്ട് മെസ്സേജാണ്. അത് ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരുന്ന ഡീറ്റെയിൽസിനെല്ലാം ഇതേപോലെ നിങ്ങൾക്ക് അലേർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് നല്ലതായിട്ട് എടുത്ത് ട്രേഡ് എടുത്ത് നോക്കാനും നമുക്ക് പറ്റുന്നതാണ് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ DLFൽ ഇപ്പം നോക്കുകയാണെങ്കിൽ DLFൽ 15 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ചില സ്റ്റോക്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അതായത് 2-3 ദിവസമൊക്കെ ബ്രേക്കൗട്ട് പോയി നല്ല ബൈ ട്രെൻഡിലേക്ക് പോകുന്ന സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ള സാഹചര്യം നിങ്ങൾക്ക് ആക്ച്വലി കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് അതായത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഇൻട്രാഡേ പൊസിഷനിങ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം കൂടുതലായിട്ട് ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതെന്ന് അറേഞ്ച് ചെയ്ത് തരാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.